എന്തിനാണ് പറയുന്നത്? ജനപ്രതിനിധികളെ പോലും വെറുതെ വിടാത്ത ഒരു ഭരണകൂടം. അതിക്രൂരമായ മർദ്ദനമുറകളുമായി പോലീസ് കടന്നു വരുമ്പോ എവിടെ നിന്നാണ് കേരളത്തിലെ പോലീസിന് ഇതിനു വേണ്ടുന്ന ധൈര്യം ഉണ്ടാകുന്നത് എന്ന് ഈ നാട് ചോദിക്കുന്നുണ്ട്, ഈ നാട് കാണുന്നുണ്ട്, ഈ നാട് തിരിച്ചറിയുന്നുണ്ട്. ജനാധിപത്യ അവകാശം വിനിയോഗിച്ചതിന്റെ പേരിൽ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള മനസ്സാണ്. പഴയ ലണ്ടൻ കോളേജ് കാലത്തെ ആ പാർട്ടി ക്രിമിനലിൽ നിന്ന് ഒരു ഇഞ്ച് വളരാൻ 10 വർഷമായിട്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്ന ആൾ കഴിയുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാക്കും പ്രവൃത്തിയും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. 10 ലക്ഷം വോട്ടിന് തെരഞ്ഞെടുത്ത ഒരു ജനപ്രതിനിധിയെ പോലും ക്യാമറകൾ നോക്കി നിൽക്കെ നൂറുകണക്കിന് ആളുകളുടെ നടുവിൽ വെച്ചുകൊണ്ട് തലയ്ക്ക് നോക്കി ലാത്തി വീശാൻ കേരളത്തിലെ പോലീസിന് ഈ പിണറായി കാലത്തല്ലാതെ ഇതിനു മുമ്പ് ധൈര്യം വന്നിട്ടില്ല എന്നുള്ളത് ഈ നാട് വളരെ കൃത്യമായി തന്നെ മനസ്സിലാക്കുകയാണ്. അതിനെതിരെ പ്രതിഷേധിച്ചതിന്റെ പേരിലാണ് പ്രിയപ്പെട്ട ദുൽഖിഫിലടക്കമുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാരെ അതിക്രൂരമായി തല്ലിച്ചതച്ചത്, അവർക്കെതിരെ കേസെടുത്തത്, മറ്റു എല്ലാ തരത്തിലുള്ള പീഡനമുറകളും അഴിച്ചുവിട്ടത്. എന്നിട്ട് ആ ചെയ്യുന്ന ആളുകളോ പോലീസിലെ കാക്കിയിട്ട നമ്പർ 1 ക്രിമിനലുകളാണ് അവർ ഓരോരുത്തരും എന്നുള്ളത് കൃത്യമായ തെളിവുകളോടുകൂടി പിന്നീടുള്ള ദിവസങ്ങളിൽ പുറത്തു വരികയല്ലേ. ഈ മർദ്ദനമുറകൾക്ക് നേതൃത്വം നൽകിയ പോലീസ് ഉദ്യോഗസ്ഥൻ വേറെ ഏതെല്ലാം കേസിലാണ് ഇപ്പോൾ ആരോപണ വിധേയരായിട്ട് നിൽക്കുന്നത്? പോക്സോ കേസ് അടക്കമുള്ള, സ്ത്രീപീഡന കേസ് അടക്കമുള്ള കേസുകളിൽ പ്രതിയായി നിൽക്കുന്ന അല്ലെങ്കിൽ ആരോപണ വിധേയരായി നിൽക്കുന്ന പോലീസിലെ കാക്കിയിട്ട ക്രിമിനലുകളാണ് ഇന്ന് കേരളത്തിലെ പോലീസിന് നേതൃത്വം നൽകുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നീതി നിഷേധിക്കപ്പെടുന്നത്. പോലീസിന്റെ ജനകീയ സ്വഭാവം പൂർണ്ണമായി ഇല്ലാതാകുന്നത്, ഭരണകൂടത്തിന്റെ മർദ്ദനോപാധി മാത്രമായി പോലീസ് അധപ്പതിക്കുന്നത്, ഇത് ജനാധിപത്യ വിരുദ്ധമാണ്.